ടീച്ചേഴ്സ് ഡയറി. കെമിസ്ട്രി ഒന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പീരിയോഡിക് ടേബിളിൽ ഓരോ എലമെന്റ്സും എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിൽ സമാന ഗുണങ്ങളുള്ള എലമെന്റ്സിനെ അടുപ്പിച്ച്, അതായത് ഒരുമിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ആറ്റത്തിൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപ് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ എന്തായാലും കാണുക, അതിനുശേഷം ഈ വീഡിയോ കാണുക. അപ്പൊ നമുക്ക് പീരിയോഡിക് ടേബിളിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞതിന് ശേഷം നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങളാണുള്ളത്. നമുക്ക് ആകെയുള്ള ഗ്രൂപ്പ്സിന്റെ എണ്ണം 18 ആണ്. അപ്പൊ 118 മൂലകങ്ങൾ, 18 ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ആ 2 നമ്പർ ഓർത്തിരിക്കാം. ഇനി എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ 18 ഗ്രൂപ്പുകൾ ഉണ്ട്. ഈ 18 ഗ്രൂപ്പുകളുടെയും പേര് നമ്മൾ ഓർത്തിരിക്കണം. ഒന്നാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് ആൽക്കലി ലോഹങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ് എന്നാണ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ഇനി മൂന്നാമത് മുതൽ 12ാമത് വരെയുള്ള ഗ്രൂപ്പ്സിനെ പറയുന്നത് നമ്മൾ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ്. ഇനി 13ാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്നത് ബോറോൺ ആയതുകൊണ്ട് അതിനെ ബോറോൺ ഫാമിലി എന്നും, 14ാമത്തെ ഗ്രൂപ്പിനെ കാർബൺ ഫാമിലി, 15ാമത്തത് നൈട്രജൻ ഫാമിലി, 16ാമത്തെ ഗ്രൂപ്പാണ് ഓക്സിജൻ ഫാമിലി, 17ാമത്തെ ഗ്രൂപ്പ് ഹാലോജൻസ് ആണ്, 18ാമത്തെ ഗ്രൂപ്പാണ് നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ. ഇനി ഇതിനെ നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ്സിനെ നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് എസ് ബ്ലോക്ക്. ഓക്കെ, അതുപോലെ 3ാമത് മുതൽ 12ാമത് വരെയുള്ള ഗ്രൂപ്പ്സിനെ പറയുന്ന പേരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അതുപോലെ ഇവിടെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ്സിനെ പറയുന്നത് പി ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ്. ഇവിടെ നമുക്ക് ലാന്റനൈഡ്സും ആക്ടിനൈഡ്സും ഉണ്ട്. ഇതിനെ നമ്മൾ എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് പി ബ്ലോക്ക് അല്ലെങ്കിൽ എസ് ബ്ലോക്ക് ഡി ബ്ലോക്ക് ഒക്കെ തരംതിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഇലക്ട്രോൺ വിന്യാസം പഠിക്കുമ്പോഴാണ് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അപ്പൊ ഇനി നമുക്ക് ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ആറ്റം മോഡൽ. ആറ്റത്തിന്റെ സെന്ററിൽ ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ആണ് ഉള്ളത്. പ്രോട്ടോണിന്റെ ചാർജ് ആണ് പോസിറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. ആറ്റം ന്യൂട്രൽ ആയതുകൊണ്ട് എത്ര പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും തന്നെ ഇലക്ട്രോൺസും ഒരു ആറ്റത്തിൽ ഉണ്ടാവും. ഈ ആറ്റത്തിലെ ഇലക്ട്രോൺസ് ഓർബിറ്റലിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓർബിറ്റുകൾ എന്താണെന്ന് പറഞ്ഞു. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള പോർഷൻ. ഇവിടെ നമുക്ക് ഓർബിറ്റുകളെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ KLMN എന്ന ലെറ്റേഴ്സോ അല്ലെങ്കിൽ 1 2 3 4 എന്ന ക്രമ നമ്പേഴ്സോ യൂസ് ചെയ്യാം. അപ്പൊ ഇതിൽ എത്ര ഷെല്ലുകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. ഓരോ എലമെന്റിന്റെയും അറ്റോമിക് നമ്പർ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോണിനെ അറേഞ്ച് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഓർബിറ്റുകൾ KLMN എന്ന ഓർബിറ്റുകളിലാണ് ഇലക്ട്രോൺ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു. ഇനി കൃത്യമായി അതിന്റെ ഒരു ഓർബിറ്റ് പാത്തിലൂടെ അല്ലെങ്കിൽ ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു പാത്തിലൂടെ അല്ല ഇലക്ട്രോൺസ് സഞ്ചരിക്കുന്നത്. അതിന് ഈ ഇലക്ട്രോണിനെ കണ്ടുമുട്ടാൻ അല്ലെങ്കിൽ കാണപ്പെടാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള ഏരിയകളെ അതിനെയാണ് നമ്മൾ സബ്ഷെൽസ് എന്ന് പറയുന്നത്. അപ്പൊ സബ്ഷെല്ലുകളെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് SPDF എന്നീ ലെറ്റേഴ്സ് കൊണ്ടാണ്. അപ്പോൾ ഇതിൽ സബ്ഷെല്ലുകളായിട്ട് ഈ ഷെല്ലുകളെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യാണ്. ഓരോ ഷെല്ലിലും എത്ര സബ്ഷെൽ ഉണ്ടാവും എന്നുള്ളത് അറിയാനായിട്ട് നമ്മൾ ആ ഷെല്ലുകളുടെ ക്രമ നമ്പറിനെയാണ് നോക്കേണ്ടത്. ഇവിടെ നമ്മൾ K എന്ന ഈ ഷെല്ലിന്റെ ക്രമ നമ്പർ 1 ആണ്. അപ്പൊ ഈ K ഷെല്ലിൽ ഉണ്ടാകുന്ന സബ്ഷെല്ലുകളുടെ എണ്ണം 1 ആയിരിക്കും. ഇനി L എന്ന ഷെല്ലിൽ എത്ര സബ്ഷെൽസ് ഉണ്ടാവും? 2. M-ൽ 3 സബ്ഷെല്ലും N-ൽ 4 സബ്ഷെൽസും ആണ് ഉണ്ടാവുന്നത്. അപ്പോ K എന്ന് പറഞ്ഞ ഷെല്ലിന്റെ സബ്ഷെൽസിന്റെ എണ്ണം എങ്ങനെയാ കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. അതുപോലെ എങ്ങനെയാണ് ഇനി സബ്ഷെല്ലിൽ ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. K എന്ന സബ്ഷെല്ലിന്റെ ക്രമ നമ്പർ 1 ആണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള സബ്ഷെല്ലുകളുടെ എണ്ണവും 1 തന്നെയാണ്. അപ്പോൾ 1s എന്നുള്ള സബ്ഷെല്ല്, ദെൻ 1s ഒരു സബ്ഷെല്ലാണ് ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത്തെ ഷെല്ലാണ് L. ഓക്കെ, ഇതിലെ സബ്ഷെല്ലുകളുടെ എണ്ണവും 2 ആണ്. അപ്പൊ എസും പിയും സബ്ഷെല്ലുകളാണ് L ഷെല്ലിൽ ഉണ്ടാവുന്നത്. ഇനി M ഷെല്ലിൽ അതിന്റെ ക്രമ നമ്പർ 3 ആണ്. അതുകൊണ്ട് 3 സബ്ഷെല്ലുകളായിരിക്കും ഉണ്ടാവുക, SPD. ഇനി N ഷെല്ലിൽ 4 സബ്ഷെല്ലുകൾ ഉണ്ടായിരിക്കും, SPDF. ഓക്കെ, ഇനി ഏത് ഷെല്ലിലെ സബ്ഷെല്ലാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? S എന്ന് പറയുന്നത് 1 ആണ്, ഷെൽ നമ്പർ 1 ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് ഫസ്റ്റ് ഷെല്ലിലെ സബ്ഷെല്ലാണെന്ന് അറിയാൻ വേണ്ടി 1s എന്ന് എഴുതും. Then സെക്കൻഡ് ഷെല്ലിലെ സബ്ഷെൽ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ 2s 2p എന്ന് എഴുതണം.
ദെൻ തേർഡ് ഷെല്ലിന്റെ സബ് ഷെല്ലാണെന്ന് പറയാം 3s 3p 3d, അതുപോലെ 4s 4p 4d 4f. ഈ രീതിയിലാണ് നമ്മൾ സബ് ഷെല്ലുകൾ എഴുതി പോകുന്നത്. ഇനി ഓരോ സബ് ഷെല്ലിലും കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണെന്നുള്ളത് നമ്മൾ അറിയണം. എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന മാക്സിമം ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്. ദെൻ പി ആണെങ്കിൽ 6 ഇലക്ട്രോൺസും, ഡി ആണെങ്കിൽ 10 ഇലക്ട്രോൺസും, എഫ് ആണെങ്കിൽ 14 ഇലക്ട്രോൺസുമാണ് മാക്സിമം ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ഒരു ഡയഗ്രമാറ്റിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസ് സബ് ഷെല്ലിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഒരു കോളം വരച്ചിട്ടുണ്ട്. ഈ ഒരു കള്ളിയിൽ നമുക്ക് 2 ഇലക്ട്രോൺസിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അതുപോലെ പി എന്ന സബ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസിനെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ഇവിടെ 3 കള്ളികളാണ് വരച്ചിട്ടുള്ളത്. അതിൽ ഈ 2 ഇലക്ട്രോൺസ് വീതം, അങ്ങനെ 6 ഇലക്ട്രോൺസ് ആണ് ഇതിൽ ഫിൽ ചെയ്ത് കൊടുക്കുക. ഇതിൽ 10 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സബ് ഷെല്ലാണ് ഡി സബ് ഷെല്ല്. ഇതിൽ നമ്മൾ 5 ബ്ലോക്കുകളാണ് വരച്ചിട്ടുള്ളത്. ഓരോന്നിലും 2 ഇലക്ട്രോൺസ് വീതമാണ് ഉൾക്കൊള്ളുന്നത്. അതുപോലെ എഫിൽ 14 ബ്ലോക്സ് വരച്ചിട്ടുണ്ട്. ദെൻ 2 ഇലക്ട്രോൺസ് വീതം 14 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാനായിട്ട് ഇതിൽ സാധിക്കും. ഇനി നമ്മുടെ സബ് ഷെല്ലിലാണ് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. ആ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. നമ്മൾ നേരത്തെ പറഞ്ഞു ഊർജ്ജ നില കുറയുന്നത് മുതൽ കൂടുന്നതിലേക്കാണ്. ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുമ്പോൾ ഊർജ്ജ നില കുറഞ്ഞ സബ് ഷെൽ ഏതാണ്, കൂടിയത് ഏതാണ് എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഊർജ്ജ നില കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ ഓർഡർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എളുപ്പത്തിൽ ഒരു ചിത്രം വരയ്ക്കാം. ന്യൂക്ലിയസിൽ നിന്ന് ഷെല്ലുകൾ അകലും തോറും അവയുടെ എനർജി കൂടും. അപ്പൊ ന്യൂക്ലിയസിനോട് അടുത്ത ഷെല്ലുകളിലാണ് നമ്മൾ ആദ്യം ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യേണ്ടത്. അപ്പൊ ഏറ്റവും അടുത്ത ഷെല്ല് എന്ന് പറയുന്നത് കെ ഷെല്ലാണ്. അതിലാകെ ഒരു സബ് ഷെല്ലേ ഉള്ളൂ, അത് 1s ആണ്. അപ്പൊ ആദ്യം എനർജി ഏറ്റവും കുറഞ്ഞ 1sലേക്കായിരിക്കും ഇലക്ട്രോൺ ഫിൽ ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ 1sൽ ഫിൽ ചെയ്താൽ പിന്നെ നമ്മൾ ബാക്കിലേക്ക് വരുന്നു, ഇവിടെ 2sൽ ഫിൽ ചെയ്യാം. ദെൻ അതിനുശേഷം തിരിച്ചു വരുന്നു 2pയിൽ ഫിൽ ചെയ്യാം, 3sൽ ഫിൽ ചെയ്യാം. ദെൻ തിരിച്ചു പോകുക 3p 4s. ദെൻ ഈ 3p കഴിഞ്ഞിട്ട് 4sലേക്കാണ് ഇലക്ട്രോൺസിനെ ഫിൽ ചെയ്യേണ്ടത്. ദെൻ 3dയിലേക്കല്ല പോകേണ്ടത്, 3pയിൽ നിന്ന് 4sലേക്ക്, 4sൽ നിന്ന് ഫിൽ ചെയ്തതിന് ശേഷമാണ് 3dയിലേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ സബ് ഷെൽസ് ആണ്. ഈ 3dയിൽ നിന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളത് 4pയിലേക്കാണ് ഫിൽ ചെയ്ത് പോകേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇങ്ങനെ ഈ ഓർഡറിൽ 1s 2s 2p 3s 3p 3d 4s 4p 4d 4f 5s 5p നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം എഴുതാം. ദെൻ എനർജി ലെവൽ എന്ന് പറയുന്നത് എനർജി കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്കാണ് ഫിൽ ചെയ്ത് പോകുന്നത്. ഏറ്റവും കുറഞ്ഞ എനർജി ആദ്യത്തെ ഷെല്ലിലെ തന്നെയാണ് 1s. ആദ്യം 1sൽ ഫിൽ ചെയ്തു. ദെൻ നമ്മളിങ്ങനെ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 2s ആണ്. ദെൻ ഈ ഒരു ഓർഡറിൽ വരയ്ക്കുക, 2p 3s ഫിൽ ചെയ്യാം. അതിനുശേഷം 3p 4s, പിന്നെ 3d, അത് കഴിഞ്ഞാൽ 4p 5s. ദെൻ ആ രീതിയിൽ വേണം ഫിൽ ചെയ്ത് പോകാനായിട്ട്. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നൈട്രജൻ ആറ്റം എടുക്കാം. നൈട്രജന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 7 ആണ്. അപ്പോൾ 7 ഇലക്ട്രോൺസ് ആണ് നൈട്രജൻ ആറ്റത്തിലുള്ളത്. അപ്പൊ നമുക്കറിയാം എസ് സബ് ഷെല്ലിൽ ആകെ കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്. അപ്പൊ ആദ്യത്തെ എനർജി ലെവൽ, ആദ്യത്തെ സബ് ഷെൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ 1s ആണ് അല്ലെ. 1sൽ 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം കൊള്ളുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ 2 കൊടുത്തു. ഇനി അടുത്തത് എങ്ങോട്ട് പോകണം, 2sലോട്ട് പോകണം. ഇപ്പൊ 2s എഴുതി. ഇനി ഇവിടെ മാക്സിമം കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്. നമുക്ക് 7 ഇലക്ട്രോൺസ് ഉണ്ട് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ 2 എണ്ണം കൊടുക്കാം. ഓക്കെ, ഇനി 2s കഴിഞ്ഞാൽ പിന്നെ ഫിൽ ചെയ്യേണ്ട സബ് ഷെല്ല് 2p ആണ്. അപ്പൊ ഇവിടെ നമ്മൾ 2p എഴുതി. നമുക്ക് ഉള്ളത് എത്രയാണ്, 7 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. 4 എണ്ണം നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ബാക്കി എത്ര എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണം 2pയിൽ കൊടുത്തു. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇലക്ട്രോൺ നമ്മൾ ഫിൽ ചെയ്ത് പോകേണ്ടത്. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാ ഷെല്ലിലുമുള്ള കോമൺ ആയിട്ടുള്ള സബ് ഷെൽ എന്ന് പറയുന്നത് s ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഷെല്ലിൽ 1s ഉണ്ട്. രണ്ടാമത്തെയും മൂന്നാമത്തെയും, അതായത് എത്ര ഷെല്ലുകൾ ഉണ്ടോ അതിലേക്ക് കോമൺ ആയിട്ട് വരുന്ന സബ് ഷെൽ എന്ന് പറയുന്നത് s സബ് ഷെല്ലാണ്. ഇനി അതുപോലെ ഒരു സബ് ഷെല്ല് തന്നാൽ അത് ഏത് ഷെല്ലിലെ സബ് ഷെല്ലാണെന്ന് എങ്ങനെ തിരിച്ചറിയുന്നത്, അതിന്റെ അടുത്ത് നമുക്ക് അതിന്റെ ക്രമ നമ്പർ ഉണ്ടാവും അല്ലെ. ഇപ്പൊ 2p എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കി, ഇവിടെ 2p എന്ന് പറയുന്നത് രണ്ടാമത്തെ ഷെല്ലിലെ സബ് ഷെല്ലാണ്. അതുപോലെ 5p ആണെങ്കിൽ 5ാമത്തെ ഷെല്ലിന്റെ സബ് ഷെല്ലാണ്. അപ്പൊ ഇതിന്റെ കൂടെയുള്ള നമ്പർ നമുക്ക് ഷെൽ നമ്പർ ആണ്. അപ്പൊ ഏത് ഷെല്ലിലെ സബ് ഷെല്ലാണെന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈ നമ്പറിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് 1s 2s ഈ 2 സബ് ഷെല്ലുകളിൽ വെച്ചിട്ട് ഏതിനാണ് കുറവ് എനർജി
എനർജി. അപ്പൊ എനർജി കുറഞ്ഞതിലാണ് നമ്മൾ ആദ്യം ഇലക്ട്രോൺസ് ഫിൽ ചെയ്യുന്നത്. 1s-ലാണോ 2s-ലാണോ ആദ്യം ഇലക്ട്രോൺസ് വരുന്നത്? 1s-ലാണ്. അപ്പോ എനർജി കുറഞ്ഞത് ആർക്കാണ്? 1s-ലാണ്. ഓക്കെ, അപ്പൊ 1s-ലാണ് എനർജി കുറവ്. ഇനി 3s 3p ഏതിനാണ് ഹയർ എനർജി? എനർജി കൂടുതലുള്ളത് 3s-നാണോ 3p-ക്കാണോ? 3s കഴിഞ്ഞിട്ടാണ് 3p-ലേക്ക് ഫിൽ ആവുന്നത്. അപ്പൊ എനർജി കുറഞ്ഞത് 3s-ഉം എനർജി കൂടിയത് ആരാണ്? 3p ആണ്. അപ്പൊ എനർജി കൂടിയത് 3p സബ്ഷെല്ലാണ്. ഇനി 3d4s ഇതിൽ ആർക്കാണ് ഹയർ എനർജി? എനർജി കൂടിയത് ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ആദ്യം ഇലക്ട്രോൺ ഫിൽ ആവുന്നത് എനർജി കുറഞ്ഞതിലായിരിക്കും. അപ്പൊ 3d പിന്നെ 4s. 3d-ലാണോ 4s-ലാണോ ഇലക്ട്രോൺ ആദ്യം ഫിൽ ആവുന്നത്? 4s-ലാണ്. അപ്പൊ 4s-ന്റെ എനർജി കുറഞ്ഞതും 3d-യുടെ എനർജി കൂടിയതുമാണ്. അപ്പൊ എനർജി കൂടിയത് ആർക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതാണ്? 3d ആണ്. ഓക്കെ, അപ്പൊ 3d-യിൽ ഫിൽ ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് 4s-ൽ ഫിൽ ചെയ്തതിന് ശേഷമായിരിക്കും എങ്ങോട്ട് ബാക്കിയുള്ളത് പോവുക? 3d-യിലേക്ക് ബാക്കി ഇലക്ട്രോൺസ് ഫിൽ ആവും. അപ്പൊ ഇത്ര എങ്ങനെയാണ് ഇലക്ട്രോൺ വിന്യാസം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നടത്തുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് ചെയ്തു നോക്കാം. ഓഫ് ബോ പ്രിൻസിപ്പിളും ഹൺസ് റൂളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം ചെയ്യുന്നത്. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം ചെയ്യുന്നതിന്റെ ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എനർജി കുറഞ്ഞ ലെവലിൽ നിന്ന് കൂടിയ ലെവലിലേക്കാണ് ഇലക്ട്രോൺസ് ഫിൽ ആവുന്നത്. ഇനി ഒരു ഹൺസ് റൂള് വരുന്നുണ്ട്, അത് നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഇവിടെ നമുക്ക് ആദ്യത്തെ എലമെന്റ് നമുക്കറിയാം ഹൈഡ്രജൻ ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ 1 ആണ്. അതായത് ഒരു ഇലക്ട്രോൺ മാത്രമേ അതിനുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ആദ്യത്തെ ഷെല്ലിലാണ് ഫിൽ ചെയ്യുന്നത് 1s. ഒരു ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് 1s1. ഇനി നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഹീലിയം ആണെങ്കിൽ 2 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ദെൻ അതിനെ നമ്മൾ എന്ത് ചെയ്യും? 1s2. ആദ്യത്തെ സബ്ഷെല്ലിൽ നമുക്ക് 2 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ട്. അപ്പൊ 1s2 ഇനി അതിനെ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. ഇനി ലിഥിയം ആണ് മൂന്നാമത്തെ എലമെന്റ്. അതിന്റെ ആറ്റോമിക് നമ്പർ 3 ആണ്. അതുകൊണ്ട് 3 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം 1s2-ൽ ഫിൽ ചെയ്തു. ബാക്കിയുള്ളത് എങ്ങോട്ട് പോകും? 2s-ലേക്ക് പോകണം. അപ്പൊ ഇവിടെ 2s-ൽ ബാക്കി എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഫിൽ ചെയ്തു. 3 എണ്ണമാണ് ആകെ ഉള്ളത്. 2s1. ഇത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇത് 1s, ഇത് 2s. ഓക്കെ, ഇനി നമുക്ക് ഇതിങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് ബെറിലിയം 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ദെൻ 1s2 2s2. ഓക്കെ, ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ റെപ്രസെന്റേഷൻ ഇങ്ങനെ വരുന്നു 4. ഓക്കെ, ഇനി നമുക്ക് ബോറോൺ ആണ് 5ാമത്തെ എലമെന്റ്. ഇത് നമ്മൾ എങ്ങനെയാണ്? 1s2 2s2. ഇനി 2s കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? 2p-ലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. s ഫിൽ ചെയ്ത് കഴിഞ്ഞു. p-യുടെ കപ്പാസിറ്റി എത്രയാണ്? 6 ഇലക്ട്രോൺസിനെ നമുക്ക് അതിൽ ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമുക്കുള്ളത് 2p1 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ 2s കഴിഞ്ഞാൽ 2p-ലേക്കാണ് പോകുന്നത്. 2p-ൽ നമുക്ക് വെക്കാനായിട്ട് ഇനി ഒരു ഇലക്ട്രോണേ ബാക്കിയുള്ളൂ. അപ്പൊ 2p1 എന്ന് കൊടുത്തു. ഇനി ഇവിടെ നമുക്ക് കാർബൺ ആണ്. കാർബണില് 6 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ 6 ഇലക്ട്രോൺസിനെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും? 1s2 2s2 ബാക്കി 2 എണ്ണം ഉണ്ട് 2p2. ഓക്കെ, ഇനി ഇതിനെ ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആദ്യത്തേല് s-ല് 2 എണ്ണം, ദെൻ 2s-ല് 2 എണ്ണം. p ബ്ലോക്കിന് 6 എണ്ണം ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് p-ല് 2 എണ്ണമാണ് ഉള്ളത്. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഒരെണ്ണം, ഈ ഒരു ആദ്യത്തെ ഓർബിറ്റലിൽ ഒരെണ്ണം, രണ്ടാമത്തേല് ഒരെണ്ണം. ദെൻ ഇനി മൂന്നാമത്തെ വരുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓർബിറ്റലിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നൈട്രജന് 7 ഇലക്ട്രോൺസ് ആണുള്ളത്. നമ്മളത് ഫിൽ ചെയ്യുന്നു 1s2 2s2 2p3. ഓക്കെ, അപ്പൊ ഓർഡറിൽ നമ്മൾ അറ്റോമിക് നമ്പറിന്റെ ഓർഡറിൽ പോകുമ്പോൾ ഓരോ ഇലക്ട്രോൺ വെച്ചാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ 2 ഇലക്ട്രോൺ, ഇവിടെ നമുക്ക് 3 ബ്ലോക്സ് ആണുള്ളത്. അപ്പൊ ഇവിടെ 3 എണ്ണത്തിലും ഓരോന്ന് ഫിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പൊ 1s2 2s2 2p4 ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെ 3 എണ്ണം അറേഞ്ച് ചെയ്തതിനു ശേഷം 4ാമത്തെ ഇലക്ട്രോൺ ആദ്യത്തെ ഓർബിറ്റലിൽ കൊടുക്കണം. ഇനി ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ 9 ആണ്. 1s2 2s2 2p5. നിയോന്റെ 10 ആണ് അറ്റോമിക് നമ്പർ. 1s2 2s2 2p6. സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്.
അപ്പൊ നമുക്ക് 11 ഇലക്ട്രോൺസ് ഉണ്ട്. 1s2 2s2 2p6 3s1. ആദ്യം നമുക്ക് ആഡ് ചെയ്ത് നോക്കുമ്പോൾ 4 6 10 11 ഇലക്ട്രോൺസ് ആണ് നമുക്കുള്ളത്. ഇനി മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പൊ ഇവിടെ വരെ 11 ആണ്. 3s1 ആയപ്പോൾ 11 ഇലക്ട്രോൺസ് ഉണ്ട്. ഒരെണ്ണം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എസിൽ 2 എണ്ണം ഉൾക്കൊള്ളാം. അപ്പൊ നമുക്ക് 3s2 ആകും. ഓക്കെ. ഇനി അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ 13 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മഗ്നീഷ്യത്തിന്റെ 12 ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് വന്നത്. ഒരെണ്ണം കൂടി കൂടുമ്പോൾ 3s കഴിഞ്ഞാൽ അടുത്ത ഷെൽ ഏതാണ്? 3s കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് 3p-യിലേക്കാണ്. അപ്പൊ 3p-യിലാണ് അടുത്ത് വരുന്ന ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത എലമെന്റ് സിലിക്കൺ ആണ്. സിലിക്കന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 14 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? മുന്നിലുള്ള അലൂമിനിയത്തിന് 13 ഇലക്ട്രോൺസ് ഉള്ളപ്പോൾ 3p1 ആണ് വന്നത്. അപ്പൊ ഒരു ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3p2 ആകും. അപ്പൊ ആ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യാം, ബാക്കിയുള്ള ആറ്റംസിലെ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യാം. ഇനി ആർഗൺ നമുക്കറിയാം നോബിൾ ഗ്യാസ് ആണ്, അല്ലെങ്കിൽ അലസവാതകമാണ്. അതിന്റെ അറ്റോമിക് നമ്പർ 18 ആണ്. അപ്പൊ 18 ഇലക്ട്രോൺസിനെ നമുക്ക് അറേഞ്ച് ചെയ്യണം. അലസവാതകങ്ങൾ എന്ന് പറയാൻ തന്നെ കാരണം എന്താണ്? അത് സ്റ്റേബിൾ ആയതുകൊണ്ട് റിയാക്ടിവിറ്റിയിലൊന്നും പങ്കെടുക്കുന്നില്ല, സ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ് ആണ്. അപ്പൊ ഇത് സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാൽ അതിന്റെ സബ്ഷെല്ല് കറക്റ്റ് ഫില്ലായിരിക്കും, ഫുൾ ഫില്ലായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ആർഗൺ 18 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ 18 എണ്ണം ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണ്? 3s2 കഴിഞ്ഞിട്ട് 3p-യില് 6. p സബ്ഷെല്ലിൽ കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 6 ആണ്. അപ്പൊ ഇവിടെ p സബ്ഷെല്ല് കറക്റ്റ് ഫില്ലായി 6 ഇലക്ട്രോൺസും അതിൽ കിട്ടി. ഇനി നമുക്ക് ആർഗൺ കഴിഞ്ഞിട്ട് വരുന്നത് പൊട്ടാസ്യം ആണ്. പൊട്ടാസ്യത്തിന് 19 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ 3p കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എനർജി ലെവൽ വരുന്നത് 4s ആണ്. 3p കഴിഞ്ഞാൽ 3d-യിലേക്കല്ല പോകുന്നത്, പകരം 4s-ലേക്കാണ്. അപ്പൊ വരുന്ന എക്സ്ട്രാ ഒരു ഇലക്ട്രോൺ ഏതിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്? 4s-ലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ 4s ആണ്, ആ ഒരു ഇലക്ട്രോണിനെ 4s1 എന്ന് വേണം റെപ്രസെന്റ് ചെയ്യാനായിട്ട്. ഇനി കാൽഷ്യം ആണെങ്കിലോ 20 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ വരെ അതുപോലെ തന്നെ പോവാം. ദെൻ ഇവിടെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ വരുന്നതുകൊണ്ട് നമ്മളിവിടെ 4s2 ആയിരിക്കും. ഓക്കെ. ഇനി നമുക്ക് കാൽഷ്യം ആണ് ഇപ്പൊ പറഞ്ഞത്. സ്കാൻഡിയം എങ്ങനെയാണ്? കാൽഷ്യത്തിനേക്കാൾ 1 ഇലക്ട്രോൺ ആണ് കൂടുതലുള്ളത്. അപ്പൊ ഇവിടെ 4s2 കഴിഞ്ഞിട്ട് 1 ഇലക്ട്രോണും കൂടെ വരും. അപ്പൊ 4s കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകേണ്ടത് എങ്ങനെയാണ്? 3d-യിലാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ 3d1 ഒരെണ്ണം കൂടി ഉണ്ടാവും, 3d1. ഓക്കെ. 3d സബ്ഷെല്ലിലേക്ക് 1 ഇലക്ട്രോൺ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യുന്നത്. സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ നമ്മൾ പറഞ്ഞു 4s-ൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമുക്ക് 3d-യിലേക്ക് ഇലക്ട്രോൺസ് പോകുന്നത്. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഓർഡർ ഇതാണെങ്കിലും നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് ഒരേ നമ്പർ ഉള്ളത് അടുത്തടുത്ത് വേണം എഴുതാനായിട്ട്. അതായത് നമുക്കിവിടെ 1s2 2s2 2p6 3s2 3p6 3d 3 വരുന്നത് നമ്മൾ അടുപ്പിച്ച് തന്നെ എഴുതണം. അതിന് വേണം, അത് കഴിഞ്ഞിട്ടാണ് 4s2 എഴുതേണ്ടത്. അപ്പൊ എഴുതുമ്പോൾ നിങ്ങൾ ഫില്ല് ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് അത് ആൻസർ എടുത്ത് എഴുതുമ്പോൾ ഈ രീതിയിൽ തന്നെ വേണം എടുത്തെഴുതാൻ വേണ്ടിയിട്ട്. ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. 24 ഇലക്ട്രോൺസ് ആണ് അതിലുള്ളത്. അതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. 1s2 2s2 2p6 3s2 3p6 4s2 3d4. ഓക്കെ. അപ്പൊ ഈ d സബ്ഷെല്ലിൽ 3d സബ്ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞത് നമുക്ക് ഹൺസ് റൂൾ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് 4s2 3d4. അപ്പോൾ 4s സബ്ഷെല്ലിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് ഇത് ഫുള്ളി ഫിൽഡ് ആണ് അല്ലെ. എസ് ബ്ലോക്കിൽ ആകെ കൊള്ളാവുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആണ്. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് ഫിൽ ആയിട്ടുണ്ട്. ഇനി ഡി സബ്ഷെല്ലിൽ ആകെ കൊള്ളാവുന്നത് 10 ഇലക്ട്രോൺസ് ആണ് അല്ലെ. ഇവിടെ നമുക്ക് 4 എണ്ണാണ് ഉള്ളത്. പക്ഷേ ഹൺസ് റൂൾ പ്രകാരം പറയുന്നത് ഫുൾ ഫിൽഡ് ആണെങ്കിൽ അത് സ്റ്റേബിൾ ആണ്, ദെൻ ഹാഫ് ഫിൽഡ് എന്ന അവസ്ഥയും കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആണ്. അപ്പൊ ഫുൾ ഫിൽഡിന്റെ അത്രയും സ്റ്റെബിലിറ്റി ഇല്ലെങ്കിലും ഈ ഹാഫ് ഫിൽഡ് എന്നുള്ള സ്റ്റേറ്റും സ്റ്റേബിൾ ആണെന്ന് തന്നെ പറയാം. അപ്പൊ അതുകൊണ്ട് ഇത് ഹാഫ് ഫിൽഡ് ആക്കി കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ സ്റ്റേബിൾ ആവും. അപ്പൊ ഈ ഒരു അവസ്ഥയേക്കാൾ സ്റ്റേബിൾ ആയിരിക്കും ഇത് ഹാഫ് ഫിൽഡ് ആയിരിക്കുന്ന അവസ്ഥ. അതായത് ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറും? 4s1 3d5. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ ഇവിടെ പോയി, അപ്പൊ ഇത് ഹാഫ് ഫിൽഡ് ആണ്. ഇവിടുന്ന് ഈ ഇലക്ട്രോണിനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ സബ്ഷെല്ലും ഹാഫ് ഫിൽഡ് ആയി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എഴുതേണ്ടത് ഇങ്ങനെയാണ്: 4s1
3d5. ഓക്കെ, ഇതാണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള അവസ്ഥ. ക്രോമിയത്തിന് വരുന്ന ഒരു എക്സെപ്ഷൻ ആണിത്. അതുപോലെ തന്നെ കോപ്പറിനും ഇതേപോലെ തന്നെയാണ് ഒരു എക്സെപ്ഷൻ കേസാണ് കോപ്പറും. അതും ഇതുപോലെ തന്നെയാണ് ഫിൽ ചെയ്യേണ്ടത്. കോപ്പറിൽ നമുക്കുള്ളത് 29 ഇലക്ട്രോൺസ് ആണ്. ഈ 29 ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ വിധത്തിലാണ്: 1s2, 2s2, 2p6, 3s2, 3p6, 4s2, 3d9. ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എഴുതി വരുമ്പോൾ കിട്ടുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇതിൽ വരുന്ന മിസ്റ്റേക്ക് എന്താണ്? ഈ 3 എന്നുള്ളത് ഇപ്പുറത്ത് എഴുതണം, 4s ഇവിടെ ഇങ്ങോട്ട് മാറ്റി എഴുതണം. കാരണം 3 എന്ന നമ്പേഴ്സ് വരുന്നതെല്ലാം ഒരുമിച്ച് തന്നെ എഴുതണം, നേരത്തെ പറഞ്ഞതാണ് റൂള്. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ 3d9 കഴിഞ്ഞിട്ടാണ് 4s2 എഴുതുന്നത്. ഓക്കെ, അതാണ് ഒരു റൂള് നമുക്ക് ഇതിൽ വന്നിരിക്കുന്ന തെറ്റ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആണ്. അപ്പൊ ഈ ഒരു കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 4s2 3d9, ഓക്കെ, അല്ലെങ്കിൽ 3d9 4s2. അപ്പൊ ഇവിടെ ഇത് ഫുള്ളി ഫിൽഡ് ആണെങ്കിലും ഇത് ഫിൽഡ് അല്ല. അപ്പൊ ഇതിനെ നമുക്ക് ഹാഫ് ഫിൽഡ് ആക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്റ്റേബിൾ ആവും. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 4s2 നിന്ന് ഒരു ഇലക്ട്രോണിനെ നമുക്ക് 3d കൊടുക്കാം. അപ്പൊ ഇവിടെ എന്തായി? ഈ 4s എന്നുള്ളത് ഹാഫ് ഫിൽഡ് ആയി, ഈ 3d ഫുൾ ഫിൽഡ് ആയി. അപ്പോഴും അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ ഇവിടുന്ന് ഒരു ഇലക്ട്രോണിനെ എടുത്ത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ d സബ്ഷെല്ലിലേക്ക് ഇതിനെ കൊടുത്തു. അപ്പൊ ഇത് ഫുള്ളി ഫിൽഡ് ആണ്, ഇത് ഹാഫ് ഫിൽഡ് ആണ്, കുറച്ചും കൂടെ സ്റ്റേബിൾ ആയി. ഇനി നമ്മൾ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ്പൊ എങ്ങനെ വരും? ഇവിടെ 4s1 ഇത് 3d10 ആയിട്ട് മാറാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇവിടെ 1s2, 2s2, 2p6, 3s2, 3p6, 3d10 എഴുതിയതിനു ശേഷം 4s1 എഴുതണം. ഇതാണ് കോപ്പറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ആൻ ആറ്റം. ഒരു ആറ്റത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. 1s2, 2s2, 2p6, 3s2. ഇതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി ഷെൽസ് ആർ പ്രസന്റ് ഇൻ ദിസ് ആറ്റം? ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകൾ ഉണ്ടെന്ന്. അപ്പൊ ഷെല്ല് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം KLM ആ ഒരു ഓർഡറിലാണ് പോകുന്നത്. 1, 2, 3 എന്ന നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓരോ സബ് ഷെല്ലും ഏത് ഷെല്ലിലാണ് തിരിച്ചറിയാൻ വേണ്ടി സബ് ഷെല്ലിന്റെ അടുത്ത് നമ്മൾ ആ നമ്പർ നോക്കിയാൽ മതി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ എത്ര ഷെല്ലുണ്ട്? 3 അല്ലെ? അപ്പൊ ഇതിലെ ഷെല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. ഏതൊക്കെയാണ്? KLM. ഓക്കെ, 3 ഷെല്ലുകളാണ് ഈ ആറ്റത്തിൽ ഉള്ളത്. ഇനി രണ്ടാമത്തെ ചോദ്യം: വിച്ച് ആർ ദ സബ് ഷെൽസ് ഓഫ് ഈച്ച് ഷെൽ? ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ ഏതാണെന്ന്. അപ്പൊ ഏതൊക്കെയാണ് ഷെല്ലുകൾ നമുക്കുള്ളത്? K ഉണ്ട്, Kയില് S സബ് ഷെല്ലാണുള്ളത്, ഒരു സബ് ഷെല്ല് മാത്രമാണുള്ളത്. ഇനി Lലാണെങ്കിൽ Lൽ എത്ര സബ് ഷെൽസ് ഉണ്ട്? 2 എണ്ണം ഉണ്ട്, S ഉണ്ട്, P ഉണ്ട്. ഇനി അതുപോലെ Mൽ 3 എണ്ണാണുള്ളത്, SPD. അപ്പൊ SPD എന്ന 3 സബ് ഷെല്ലുകളാണ് ഈ ഒരു ആറ്റത്തിൽ ഉള്ളത്. ഇനി അടുത്ത ചോദ്യം: വിച്ച് ഈസ് ദ സബ് ഷെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആഡഡ്? അവസാനത്തെ ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ടുള്ളത് ഏത് സബ് ഷെല്ലിലാണ്? ഏത് സബ് ഷെല്ലിലാണ്? 3sലാണ്. അപ്പൊ 3sലേക്കാണ് അവസാനത്തെ ഇലക്ട്രോണിനെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ആറ്റം? ആറ്റത്തിൽ ആകെയുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം എത്രയാണ്? ഇലക്ട്രോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്ക് ഈ നമ്പേഴ്സ് ആഡ് ചെയ്താൽ മതി. ഇവിടെ 2, 2, 6, 4 + 6 10, 10 + 2 12. അപ്പൊ 12 ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഈ ആറ്റത്തിൽ ആകെ ഉള്ളത്. ഇനി വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് ദ ആറ്റം? ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടോൺസിന്റെ എണ്ണമാണെന്ന് അറിയാം. പ്രോട്ടോൺസിന്റെ എണ്ണവും ഇലക്ട്രോൺസിന്റെ എണ്ണവും ഒരു ആറ്റത്തിൽ തുല്യമായിരിക്കും, കാരണം ആറ്റം ന്യൂട്രൽ ആണ്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണം നമ്മൾ എണ്ണി കണ്ടുപിടിച്ചു 12 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അറ്റോമിക് നമ്പറും എത്ര തന്നെയാണ്? 12 ആയിരിക്കും. ആറാമത്തെ ക്വസ്റ്റ്യൻ: ഹൗ ക്യാൻ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബി റിട്ടൺ ഇൻ എ ഷോർട്ട് ഫോം? ഷോർട്ട് ഫോം ആയിട്ട് നമുക്ക് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ നോബിൾ ഗ്യാസസ് ഏതൊക്കെയാണെന്നാണ് പഠിച്ചത്. നമുക്ക് ഇപ്പോൾ അത്യാവശ്യം വന്നിരിക്കേണ്ടത് 3 എണ്ണമാണ്: ഹീലിയം, നിയോൺ, ആർഗൺ. അപ്പോൾ ഇതിനെ നമുക്ക് നിമോണിക്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ഹി നെവർ അറൈവ്ഡ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഹീലിയം, നെവർ, നിയോൺ, അറൈവ്ഡ് AR. ഓക്കെ, ആർഗൺ. അപ്പോൾ ഇതിന്റെ ഹീലിയത്തിന്റെ അറ്റോമിക് നമ്പർ 2 ആണ്, നിയോണിന്റെ 10 ആണ്, ആർഗണിന്റെ
18 അപ്പൊ ഇത് 3 എന്തായാലും ഓർത്ത് വെക്കുക. അപ്പൊ ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള നോബിൾ ഗ്യാസസ് ആണ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റ് ആറ്റംസിന്റെ മറ്റ് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഷോർട്ട് ആയിട്ട് എഴുതാൻ പറ്റും. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 1s2 2s2 2p6 3s2 എന്നുള്ളതാണ്. അതിന്റെ ഇലക്ട്രോണിന്റെ നമ്പർ നമ്മൾ 12 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിയോണിന്റെ 10 ആണ്. നിയോണിനേക്കാൾ 2 ഇലക്ട്രോൺസ് കൂടുതലുള്ള എലമെന്റ് ആണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നിയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കറിയാം 1s2 2s2 2p6 ആണ്. അപ്പോൾ ഇത് 10 ഇലക്ട്രോൺ ആണെങ്കിൽ 12 ഇലക്ട്രോൺ ഉള്ള എലമെന്റ് ഏതാണെന്ന് നമുക്കറിയാം, മെഗ്നീഷ്യം ആണ്. ഇനി അറിയില്ലെങ്കിൽ തന്നെയും നമ്മൾ എക്സ് എന്ന് എഴുതാം. അത് ഓർത്ത് വെക്കാനുള്ള ഷോർട്ട് ഫോം ഒക്കെ നമുക്ക് പിന്നീട് പറയാം. ഇനി ഈ 12 എണ്ണമാണ് നമുക്ക് ഇലക്ട്രോൺസിന്റെ എണ്ണം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നിയോണിനെ ബേസ് ചെയ്തുകൊണ്ട് ഷോർട്ട് ആയിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നിയോണിന്റെ കൂടെ നിയോൺ എഴുതാം. നിയോണിന്റെ കൂടെ എന്ത് കൂടെ എഴുതണം, ഇവിടെ 10 ഇലക്ട്രോൺ ആണ് നിയോണിനുള്ളത്. അതിന്റെ കൂടെ നമുക്ക് എക്സ്ട്രാ 2 ഇലക്ട്രോണും കൂടെ വരികയാണ്. അപ്പൊ 2p6 ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകേണ്ടത് ഏത് സബ്ഷീലിലേക്കാണ്, 3s അപ്പൊ 3s നമ്മൾ പോകുന്നു. എത്ര ഇലക്ട്രോൺ ആണ് നമുക്ക് കൂടുതലുള്ളത് 2 ഇലക്ട്രോൺ ആണ്. അപ്പൊ നിയോണിന്റെ കൂടെ 2 ഇലക്ട്രോണും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 12 ഇലക്ട്രോൺ ഉള്ള ആറ്റം കിട്ടി. അതായത് നമുക്ക് മെഗ്നീഷ്യം ആണ് വരുന്നത്. അപ്പൊ ഈ മെഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിയോണിനേക്കാൾ 2 ഇലക്ട്രോൺ കൂടുതലാണ്. ഇവിടെ 2p കഴിഞ്ഞാൽ 2p എന്ന സബ്ഷീൽ കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് 3s ആയതുകൊണ്ട് 3s ആ 2 ഇലക്ട്രോണിനെ ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ ഷോർട്ട് ഫോം എഴുതാൻ സാധിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കി വരുന്ന സെക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.